സോ രണ്ടാമത്തെ തവണ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ മൊമെന്റിൽ സാറിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്താണ്? എന്താണ് അടുത്തത് വരാൻ പോകുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയിലായിരിക്കുന്നത്. എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സാറാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് സാറാണ്. പക്ഷെ സാറ് കാരണം കഴിഞ്ഞൊരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഞാൻ മൊത്തം ശൂന്യാകാശത്തായിരുന്നു. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ മൊത്തം എല്ലാവരും കൂടെ എന്നെ എയറിലാക്കി മാക്സിമം ട്രോൾ ചെയ്ത് കൊണ്ട് ഉപ്പിലിട്ട് വെക്കും. ആദ്യത്തെ അമ്പെയ്ത്താണ്. സാർ റെഡിയാണോ ഏറ്റുവാങ്ങാനായിട്ട്? സാർ എന്തിനും റെഡി ആയിട്ടിരിക്കുകയാണ്. സാധാരണ മാമൻചുരുട്ട് വെക്കുന്ന പണിയെല്ലാം അവന് തന്നെയുള്ള കിട്ടാറുണ്ട്. ഞാനാണെന്ന് അറിഞ്ഞപ്പോ സാറ് മെന്റലി പ്രിപ്പയർഡ് ആയി. ഇത് ഇങ്ങനെയാണ്. സന്തോഷ് ജോർജ് കുളങ്ങര എന്ന ഞങ്ങളെ സന്തോഷ് സർ ബ്രേക്ക് ചെയ്ത ഏറ്റവും വലിയ കംഫർട്ട് സോൺ എന്താണ്? കംഫർട്ടിൽ ഇരിക്കുമ്പോഴാണല്ലോ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുക. ഞാൻ കംഫർട്ടിലായിരുന്നില്ല ഒരിക്കലും, ഇപ്പോഴും അല്ല. ഈ നിമിഷവും ഞാനിപ്പോ കംഫർട്ടിലല്ല ഇരിക്കുന്നത്. സാർ എന്താ സാർ അങ്ങനെ? ഞാൻ ആയതുകൊണ്ടാണ് സാർ ഒരു കംഫർട്ട് പ്രോബ്ലം? എപ്പോഴും സാർ പാക്ക് ചെയ്യാൻ മറക്കുന്ന ഒരു കാര്യം, യാത്രകൾക്ക് ഇറങ്ങി പകുതി വഴിയിലെത്തുമ്പോഴേക്കും സാർ ഞാൻ ഇത് പാക്ക് ചെയ്തില്ലല്ലോ എന്ന്, ആ ഒരു കാര്യം എന്താണ്? ഇന്നേ വരെ അങ്ങനെ ഒരു സാധനം മറന്നിട്ടില്ല ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട് സാർ, ഞാൻ ഹാർഡ് കോർ ആയിട്ട് സാറിന്റെ ഒരു ഭയങ്കര ആരാധികയാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ചോദ്യങ്ങൾ ഇതിന്റെ ഇടയിൽ കയറി വരും. എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്നെ നിങ്ങളെ പോലെ ഒരാൾ വന്നൊന്ന് പ്രകോപിപ്പിക്കുമ്പോൾ മാത്രമാണ് ഞാൻ എന്തെങ്കിലും കൂടുതലായിട്ട് വർത്താനം പറയുക. അതല്ലെങ്കിൽ ഞാൻ മിണ്ടാതിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇതാ ഞാൻ പറഞ്ഞ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടരുത്. പ്രകോപനമാണോ സാർ? അതെ. ഓ, എന്നെ അങ്ങ് തല്ലി കൊല്ലി. ഓ, അതിനെന്താ